അപ്പൊ നിങ്ങൾക്ക് പേഴ്സണലി അങ്ങനെ ഇപ്പം എന്താ പറയാ സെയിം ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? അതായത് സെയിം ക്യാരക്ടേഴ്സ് മീൻസ് സെയിം ഒരു ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഒരു കോളേജ് സ്കൂൾ സ്റ്റുഡൻസ്? ഇല്ല, പക്ഷെ അങ്ങനത്തെ ഒരു മോഡ് ക്യാരക്ടേഴ്സ് ഡൈനാമിക്സ് പരിപാടി അല്ല. വാഴ കുറച്ചല്ല ഇച്ചിരി എല്ലാവരും ഹൈ ചിലർ ഓടിച്ചാടി, ഇത് അത്രയും ബഹളമൊന്നും ഇല്ലാത്ത ശാന്തമായ ഒരു ഇതാണ്. വേറൊരു മൂഡിലാണ് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, എന്തോ എടുത്തു ഗെയിം. ദേവ് ചേട്ടന് കുറച്ച് പേടി സ്വപ്നമാണ് എന്റെ ഗെയിം ക്വസ്റ്റ്യൻസ്. പണ്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു ദേവേട്ടന്റെ അടുത്ത്, ജീവിതത്തിൽ ഏറ്റവും ബാഡ് ഡിസിഷൻ ചോദിച്ചപ്പോ ഈ ഇന്റർവ്യൂവിന് വന്നിരിക്കാൻ തോന്നിയതെന്ന് എന്റെ അടുത്ത് പറഞ്ഞു. തിരിച്ചു ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു മൂവിയുടെ പകുതിക്ക് ഉറങ്ങിപ്പോകാൻ ചാൻസ് ഉള്ളത് ആരാ ഈ കൂട്ടത്തിൽ? നിങ്ങളെ പറ്റിയിട്ട് പറയാനാട്ടോ, നിങ്ങൾ ഒരാളെ ചൂസ് ചെയ്യണം. അല്ല, അതിപ്പോ ടാബിലൊക്കെ ഇരുന്ന് കാണുമ്പോൾ നമ്മൾ നൈറ്റിലൊക്കെ ഇരുന്ന് തിയേറ്ററിനകത്ത് കുറവായിരിക്കും, തിയേറ്ററിലൊന്നും ഇരുന്ന് ഉറങ്ങത്തില്ല. കൊടുത്ത് കാണുന്നില്ല. അല്ല, തിയേറ്ററിൽ പെട്ടെന്ന് ലൈൻസ് പഠിക്കുന്നതാരാ? അല്ലെങ്കിൽ ഒരു വരി മറക്കാതിരി ഡയലോഗ്സ് ഒക്കെ കൃത്യമായിട്ട് പറയുന്നത്? തെലുങ്ക് അപ്പൊ ഇവരായിരിക്കും കുറച്ചുകൂടെ. കരയാൻ ചാൻസ് ഉള്ളതാരാ സാഡ് മൂവി കണ്ടു കഴിഞ്ഞാൽ? എന്തോ കഥയുണ്ട്, കമോൺ. ഞാൻ മറ്റേ തിയേറ്ററിൽ ഇരുന്ന് ടാബിലൊക്കെ ആണെങ്കിൽ മറ്റേ മാറ്റി വെച്ചിട്ട് ഞാൻ അങ്ങനത്തെ ഒരാളാ. എനിക്ക് ഭയങ്കര പാടാ എന്ന് വെച്ചാൽ ഇമോഷൻസ് ഞാൻ മാറ്റി വെച്ചിട്ട് ഞാൻ ഇരുന്ന് കരഞ്ഞ് കണക്കെ തുടച്ച് പിന്നെ ഇരുന്നിട്ട് സെറ്റായിട്ടിരുന്ന് ബാക്കിയാണ് ഞാൻ. അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു മൂവി തന്നെ വീണ്ടും വീണ്ടും കാണാൻ ചാൻസ് ഉള്ളതാരാ? എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു മൂവി. ഹൊറർ മൂവി സർവൈവ് ചെയ്യുന്നതാരാ? ഹൊറർ മൂവി കണ്ടാ പേടിക്കുന്നത്? സത്യത്തിൽ ഹൊറർ മൂവീസ് കൂടുതൽ വരുന്നത് ഇംഗ്ലീഷിലൊക്കെ, ഇവിടെ കുറച്ചല്ലേ വരുന്നുള്ളൂ. പക്ഷെ അത് ഞാനിങ്ങനെ ഹൊറർ മൂവി കാണാൻ വലിയ താല്പര്യമുള്ള ഒരാളുമല്ല. കുറവ് കാണുന്ന ജോണറാണ് ഹൊറർ. പിന്നെ രാത്രി കാണാറില്ല, കോമഡി ഒക്കെ ആണെങ്കിൽ അതൊക്കെ എനിക്ക് പറ്റൂല. ഹൊറർ ആണ്. ഞാൻ കോൺജൂറിംഗ് ഒക്കെ മറ്റേ നട്ടുച്ചക്കൊക്കെ ജനലൊക്കെ തുറന്നിട്ടൊക്കെയാണ് ഇരുന്ന് കണ്ടു തീർത്തത്. എന്നെ കൊണ്ട് പറ്റൂല. എല്ലാരും പിഞ്ചു കുഞ്ഞുങ്ങളാണ്. പക്ഷെ ഹൊറർ ഭയങ്കര ഇഷ്ടമുള്ള ജോണറാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് കാണുന്നത് ഹൊറർ. ഇവനാണ് ഏറ്റവും ഓക്കേ സോറി ഫേവറേറ്റ് മൂവി ജോണർ? അങ്ങനെ ഫേവറേറ്റ് എല്ലാ ടൈപ്പിലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാം കാണും. ഇന്ന ജോണർ ഒന്നുമില്ല. ഒരു മൂവി കണ്ടോണ്ടിരിക്കുമ്പോ ട്വിസ്റ്റ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ആർക്കാ? അത് ആർക്കാന്ന് വെച്ചാൽ ഞാൻ ചിലതൊക്കെ കണ്ടു. വികസി കണ്ടിട്ടില്ല. വെച്ചിട്ട് പറയാലോ. 30 ദിവസത്തെ ചൂടിനകത്ത് ഓക്കെ, എന്റെ ഗെയിം ഞാൻ നിർത്തേണ്ട വരുന്നതാണ് തോന്നുന്നത്. ഓക്കെ, ആരാണ് ഭാവിയില് സ്വന്തം മൂവി ഡയറക്ട് ചെയ്യുന്നത്? എല്ലാവർക്കും അങ്ങനെ ഒരു ഇതുണ്ടോ, ആഗ്രഹമുണ്ടോ? ലൈക്ക് ഒരു ഡയറക്ഷൻ എന്നുള്ള ഒരു ലെവലിലേക്ക് അതിനെ പറ്റിട്ടൊന്ന് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട്. കാരണം ഓൾറെഡി അമിത് ഐഡിയായിട്ട് ഞാൻ 10 വർഷത്തോളം അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. എനിക്ക് മേക്കിങ്ങിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്, ഡയറക്ഷനോട് ഇൻട്രസ്റ്റ് ആണ്. ആക്ടിംഗ് പോലെ തന്നെ ഇൻട്രസ്റ്റഡ് ആണോ അതോ കുറച്ചും കൂടെ കൂടുതൽ ഡയറക്ഷൻ ആയിരിക്കുമോ? എനിക്ക് ആക്ച്വലി ഈ റീസെന്റ് ആണ് അഭിനയിക്കുന്നതിനോട് നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നി തുടങ്ങുന്നത്. അതുകൊണ്ട് രണ്ടും എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ്. ദേവ് ചേട്ടൻ ഡയറക്ഷൻ അല്ലെ ഏത് മേഖല? ഇപ്പം ആക്ടിങ് അല്ലാതെ ഏതായിരിക്കും? ഇപ്പൊ ആക്ടിംഗ് ഒന്ന് സെറ്റായി വന്നിട്ടേ അതിനെപ്പറ്റി ആലോചിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഗെയിം മാറ്റാം, ഗെയിം ഒരു രസമില്ലാത്ത പോലെ. അപ്പോഴാണോ മനസ്സിലായത്? ചിലപ്പോ ചെയ്യാതിരിക്കാം. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു പ്ലാനോ ഒന്നുമില്ല, ആർക്കും ഇല്ല. ചേട്ടാ എന്തുകൊണ്ടാ ഭാവിയിൽ ഡയറക്ട് ചെയ്യും എന്നുള്ളൊരു തീരുമാനത്തിലെത്താൻ? ചുമ്മാ ആലോചിക്കാല്ലോ, ഇതിനകത്തൊന്നും വലിയ പൈസ വലിയ പൈസ ആവണമെന്ന് ഇതിനങ്ങനെ ചെലവ് ആഗ്രഹിക്കാം. സച്ചിന് ഐഡിയ ആണ്, ആഗ്രഹമുണ്ട്. ബട്ട് ഇവഞ്ച്വലി നടക്കുന്നെങ്കിൽ നടക്കട്ടെ. ഇപ്പൊ കറന്റ്ലി ആക്ടിങ് മാത്രമേ ഉള്ളൂ.
നോക്കുന്നത്. ഇപ്പോ ഞാൻ കേട്ടിട്ടുണ്ട് മൂവിയിൽ പല മേഖലകളിലായിട്ട് വർക്ക് ചെയ്യുന്ന കൂടുതൽ ആൾക്കാർക്കും ആക്ടിങ്ങിനോടാണ് താല്പര്യം. ഇപ്പം എ ഡി ആയിട്ട് കെയർ ചെയ്ത് ആക്ച്വലി മൂവി അല്ല, ഞാൻ ആക്ടിങ്ങിനായിട്ട് വേണ്ടിയാണ് ഞാൻ AD ആയത് തന്നെ. പിന്നെയാണ് എനിക്ക് ഡയറക്ഷനോട് ഒരു ചെറിയ ചരിവൊക്കെ തോന്നിയത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇപ്പം മേക്കപ്പ് ചെയ്യുന്നവര് അല്ലെങ്കിൽ എ ഡി ആയിട്ട് നിൽക്കുന്നവർ, അവർക്കൊക്കെ ഒരുപാട് മൂവിയോട് ഭയങ്കര ആക്ടിങ്ങിനോട് ഭയങ്കര താല്പര്യമുള്ളവരായിരിക്കും. എല്ലാവർക്കും അഭിനയത്തിനോട് താല്പര്യം ഉണ്ടാവുന്നതാണ്. എല്ലാവർക്കും ഇൻട്രസ്റ്റ് എല്ലാരും ഇങ്ങനെ പറയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാവർക്കും ആഗ്രഹമുണ്ട്. എല്ലാവർക്കും ഉണ്ടോ? കാരണം കൂടുതൽ ലേഡീസും ഒക്കെ ആയിട്ട് വരുന്നവരൊക്കെ ആക്ടിങ് നോക്കി 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 പറ്റാതെ വരുമ്പം എങ്ങനെങ്കിലും സിനിമയ്ക്കകത്ത് ഒരു ഭാഗമായിട്ട് നിൽക്കുക, എന്നിട്ട് ചെറിയ ചെറിയ റോളുകൾ പെട്ടെന്ന് അങ്ങനെ കയറുക, അങ്ങനെ ചിന്തിച്ച് വരുന്നവരൊക്കെ ഉണ്ട്. അവരോടൊക്കെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. ഭയങ്കര, കാരണം അവര് സിനിമ കണ്ടിട്ട് സിനിമയിൽ കയറാൻ പറ്റാതെ വന്നപ്പോൾ അവര് പെട്ടെന്ന് ഏതെങ്കിലും ഒരു മേഖലയുടെ അസിസ്റ്റന്റ്, ലൈറ്റ് ബോയ്, ആർട്ട് എല്ലാത്തിൻ്റെ എങ്കിലും അസിസ്റ്റന്റ് ആയിട്ട് നിന്നിട്ട് സിനിമയുടെ ഭാഗവുമാണ്, സിനിമ അടുത്തിരുന്ന് കാണുകയും ചെയ്യാം. അവിടുന്ന് നേരെ അടുത്തതിലേക്ക് പോകുക എന്നുള്ളത് ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര ചില ആൾക്കാരുണ്ട് സിനിമ ആഗ്രഹവും ഉണ്ട്, പക്ഷെ അവര് വേറെ സേഫ് സോണിൽ നിൽക്കുകയും വേണം. പക്ഷെ അങ്ങനെയുള്ളത് മാറിയിട്ട് ഇപ്പൊ പെട്ടെന്ന് പറയുമ്പോ ഇപ്പൊ ഇന്നാള് നമ്മൾ കാരവന്റെ ചേട്ടൻ്റെ അടുത്ത് വന്നു, ചേട്ടാ എനിക്കൊരു കഥ പറയണമെന്നുണ്ട്. അത് ഭയങ്കര രസം അത് കേട്ടോ പോയി. ചേട്ടാ എന്തായാലും കേൾക്കാം, നമുക്ക് എന്താ. അപ്പൊ ആ പുള്ളി പറയാം എനിക്ക് പറയാനൊന്നും അറിയില്ല, പക്ഷെ എന്റെ മനസ്സിലൊരു സാധനം ഉണ്ട്, ഇതിങ്ങനെ സിനിമയെ കാണണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു എന്തായാലും കേൾക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു ഞാൻ ഒന്നും കൂടെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് വരാമെന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, നമുക്ക് 2-3 പ്രാവശ്യം കേൾക്കാം. അല്ല അത് കേൾക്കുമ്പോഴേ എല്ലാവർക്കും ഒരേ ഒരു ഇഷ്ടമല്ലേ സിനിമ. എല്ലാരും പിടിച്ചു നിർത്തുന്ന ഒറ്റ കാര്യമാണ് സിനിമ. ഓക്കെ, ഇപ്പം വാട റിലീസിന് ശേഷം OTT റിലീസിന് ശേഷം ഒരുപാട് ക്രിറ്റിസിസംസ് കിട്ടിയായിരുന്നു. സ്വയം സ്വന്തം എന്നെ ആരും ട്രോളണ്ട, ഞാൻ തന്നെ ട്രോളിക്കോളാന്നിട്ട് ഓടയെന്നൊക്കെ പറഞ്ഞ പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ലൈക്ക് തിയേറ്ററിൽ നല്ല വരവേൽപ്പായിരുന്നു. OTT റിലീസിന് ശേഷം സാധാരണ നേരെ തിരിച്ചാണ് കണ്ടിട്ടുള്ളത്. തിയേറ്ററിൽ അധികം റൺ ആവാത്ത മൂവീസ് OTTക്ക് ശേഷം ഭയങ്കര ഹൈപ്പിലേക്ക് പോകുന്നതാണ് കണ്ടിട്ടുള്ളത്. അത് എന്തുകൊണ്ടായിരിക്കും എന്നാണ് നിങ്ങൾക്ക് OTT ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് മോശപ്പെടുന്ന എല്ലാ ആൾക്കാരും രോമാഞ്ചത്തിൽ ആഘോഷിച്ചു. വന്നപ്പോഴത്തെ ഇത് എനിക്കിത് ശീലമായി. തിയേറ്ററിൽ ആഘോഷിച്ചു, തിയേറ്ററിൽ OTT വന്നപ്പം നടക്കുന്നു. ഇപ്പം ഞാൻ അഭിനയിച്ച പടങ്ങൾക്കെല്ലാം ഇത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിതൊരു വലിയൊരു പ്രശ്നമായിട്ടൊന്നും കാണുന്നത്. കാരണം OTT പ്ലാറ്റ്ഫോം ഒരു മോശപ്പെട്ട ഇതല്ല, എല്ലാവരും മറ്റേ പൈസ കൊടുത്ത് തന്നെ കാണുന്നുണ്ട്. തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് കാണുന്ന പോലെ തന്നെയാണ് OTTയിൽ മാസം സബ്സ്ക്രിപ്ഷൻ എടുത്ത് കാണുന്നത്. അവർക്ക് വിമർശിക്കാനുള്ള എല്ലാവിധ റൈറ്റുമാണ്. അത്രേ ഉള്ളൂ. അത് അവർ വിമർശിക്കുന്നു, കേൾക്കണമെങ്കിൽ കേൾക്കാം, കേൾക്കണ്ടെങ്കിൽ കേൾക്കണ്ട, അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. അഭിപ്രായം എല്ലാവർക്കും. അല്ലാതെ നിങ്ങൾ OTT കണ്ടവരാരും ഈ പടത്തെ വിമർശിക്കാൻ പാടില്ല, തിയേറ്ററിൽ കണ്ടവരും അതൊന്നുമില്ല. വിമർശനം എല്ലാവർക്കും പറയാം, ആരോഗ്യപരമായ വിമർശനം.